ബംഗളൂരുവിലെ ജനങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ട്രാഫിക് ബ്ലോക്കുകളിലൊന്നായ സിൽക്ക് ബോർഡ് ജംഗ്ഷനിലെ ട്രാഫിക് ബ്ലോക്ക് ഇനി മുതൽ ഓർമ്മയാകും. കാരണം ബംഗളൂരുവിലെ ആദ്യ ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവർ ഈ വർഷം പകുതിയോടുകൂടി ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നതായിരിക്കും. ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവറിന്റെ താഴത്തെ നില വാഹനങ്ങൾക്കും മുകളിലത്തെ നില RV റോഡിനെയും ബൊമ്മസാന്ദ്രയെയും ബന്ധിപ്പിക്കുന്ന നമ്മ മെട്രോയുടെ യെല്ലോ ലൈനിന്റെ ഭാഗവുമായിരിക്കുന്നതാണ്. ഫ്ലൈ ഓവറിന്റെ ഒരു ഭാഗം നേരത്തെ തുറന്നു കൊടുത്തിരുന്നുവെങ്കിലും പൂർണ്ണ ഗതാഗത യോഗ്യമായിരുന്നില്ല. 449 കോടി രൂപ ചെലവിൽ 3.3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മേൽപ്പാലം തുറക്കുന്നതോടുകൂടി മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നതിൽ നമുക്ക് ആശ്വസിക്കാം. BMRCLന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. റാഗിഗുഡ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഈ മേൽപ്പാലത്തിലൂടെ സെൻട്രൽ സിൽക്ക് ബോർഡ് വരെ സിഗ്നൽ ഇല്ലാതെ യാത്ര ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ HSR ലേഔട്ട്, ഹൊസൂർ റോഡ് എന്നിവിടങ്ങളിലേക്കും ഈ മേൽപ്പാലം ഓപ്പൺ ചെയ്യുന്നതോടുകൂടി സിഗ്നൽ ഇല്ലാതെ യാത്ര ചെയ്യാവുന്നതാണ്. ബംഗളൂരുവിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനായ സിൽക്ക് ബോർഡ് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വീണ്ടും കാണാം. ബാംഗ്ലൂർ മലയാളി ന്യൂസ്.